ഹായ് എവറി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെൻഡലിൻ്റെ ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഈ ഒരു ഡൈ ഹൈബ്രിഡ് ക്രോസിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ട് എന്തൊക്കെ കണ്ടെത്തലാണ് കൺക്ലൂഷൻസ് മെൻഡൽ വെച്ച് നോക്കാം. മെൻഡൽസ് പോസ്റ്റുലേറ്റ്സ്: വെൻ ടു ഓർ മോർ ഡിഫറെൻറ്റ് ട്രെയ്റ്റ്സ് ആർ കമ്പൈൻഡ്, ഈച്ച് trait is inherited independently to next generation without mixing each other. നോക്കി, നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു ഡൈഹൈബ്രിഡ് ക്രോസിൽ നമ്മൾ രണ്ട് ക്യാരക്ടേഴ്സ് എന്ത് ചെയ്തു പരിഗണിച്ചു: ഹൈറ്റും ദെൻ ഷേപ്പ് ഓഫ് ദി സീഡ്. അങ്ങനെ ഒന്നോ രണ്ടോ എത്ര ക്യാരക്ടേഴ്സ് എത്ര ട്രെയ്റ്റ്സ് നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിലും അവരൊക്കെ എന്ത് ചെയ്യുന്നു, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നെക്സ്റ്റ് ജനറേഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ടോൾനെസ് ഉള്ളതുകൊണ്ട് അത് ഷേപ്പിനെയോ ഷേപ്പ് ഉള്ളതുകൊണ്ട് ഹൈറ്റിനെ ഒന്നും ബാധിക്കുന്നില്ല. ഇനി ബ്രാക്കറ്റിൽ വായിച്ചു നോക്കാം: എ പെയർ ഓഫ് അല്ലീൽസ് ഇൻ ആൻ ഓർഗാനിസം ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ദി സെപ്പറേഷൻ ഓഫ് അനദർ പെയർ ഓഫ് അല്ലീൽസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കിവിടെ അറിയാം, ഇതായിരുന്നു നമ്മുടെ F1. ആ F1 നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും സെൽഫ് പോളിനേഷൻ നടത്തി. ഈ സമയത്ത് ഇവിടെ നമുക്ക് കിട്ടിയ ഒരു ഗമേറ്റ് ഇങ്ങനെയായിരുന്നു. ഇത് സെക്കൻഡ്, ഇത് തേർഡ് ആൻഡ് ഫോർത്ത്. ഇങ്ങനെ 4 ഗമേറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കി, ഇവിടെ ഇതൊരു പെയറിൽ ഇതൊരു പെയറാണ്, ഇത് വേറൊരു പെയറാണ്. ഇവിടെ ഈ ഒരു പെയറിൻ്റെ ഈ ഒരു എന്താ പറയുക സെപ്പറേഷന് മറ്റ് പെയർ എന്ത് ചെയ്യുന്നില്ല, ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഒരു പെയർ ഓഫ് അല്ലീലിൻ്റെ സെപ്പറേഷന് തൊട്ടടുത്തുള്ള പെയർ ഓഫ് അല്ലീൽ എന്ത് ചെയ്യുന്നില്ല, അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. രണ്ട് കൂട്ടരൊക്കെ എന്ത് ചെയ്യാം, ഇപ്പോൾ ഹൈറ്റിനാണെങ്കിൽ ഹൈറ്റിൻ്റെ അല്ലീൽസിനും ഷേപ്പ് ഓഫ് ദി സീഡിൻ്റെ അല്ലീൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം അവിടെ ഉണ്ട്. സോ ദേ ആർ നോട്ട് ഇൻഫ്ലുവൻസിങ് ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നില്ല, ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. രണ്ട് ട്രെയ്റ്റുകൾ, 2 or 3 എത്ര ട്രെയ്റ്റ്സ് ഉണ്ടെങ്കിലും എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും ആ ക്യാരക്ടറിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന അല്ലീൽസിനെ മിക്സിങ് ചെയ്യാതെ സെപ്പറേറ്റ് ചെയ്യാനൊരു അവസരം ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റിയത്, ഈ സ്മോൾ ടീക്കും സ്മോൾ ആറിനൊക്കെ അവിടെ എക്സ്പ്രസ് ചെയ്തിട്ട് ഇങ്ങനൊരു കോമ്പിനേഷൻ അല്ലേ, ഒരു എന്താ പറയുക, പാരൻസ് കൊടുക്കാത്തൊരു കോമ്പിനേഷൻ ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞത് എന്തുള്ളതുകൊണ്ടാണ്, ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവിടെ സെപ്പറേറ്റ് ചെയ്യാനൊരു അവസരം അവിടെ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ദെൻ ക്യാരക്ടേഴ്സ് ദാറ്റ് ആർ നോട്ട് ഫൗണ്ട് ഇൻ ദി പാരൻ്റൽ പ്ലാന്റ്സ് ആർ ഫൗണ്ട് ഇൻ ദി സെക്കൻഡ് ജനറേഷൻ. വൈ? ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് പാരൻസ് കാണിക്കാത്ത ക്യാരക്ടേഴ്സ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സെക്കൻഡ് ജനറേഷൻ പ്ലാന്റ്സിൽ കാണിച്ചതെന്നുള്ളതാണ്. ഏതൊക്കെയായിരുന്നു പാരൻസിൻ്റെ അല്ലാത്ത സ്വഭാവങ്ങൾ? യെസ്, ഡോർഫ് വിത്ത് റിങ്കിൾഡും ദെൻ ടോൾ വിത്ത് റിങ്കിൾഡും. ഈ രണ്ട് ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യണില്ല, പാരൻ്റൽ ക്യാരക്ടേഴ്സ് അല്ല. സോറി, ഒരു മിസ്റ്റേക്കിൻ്റെ മിനിറ്റ്. ഇതാ, ഡോർഫ് വിത്ത് റൗണ്ടും ടോൾ വിത്ത് റിങ്കിൾഡും. ഈ രണ്ട് ക്യാരക്ടേഴ്സ് എന്തല്ല, പാരൻ്റൽ ക്യാരക്ടേഴ്സ് അല്ല. ഇത് രണ്ടും പാരൻസ് കൊടുത്തിട്ടില്ല. പാരൻസിൻ്റെ ക്യാരക്ടേഴ്സ് എങ്ങനെയൊക്കെയാ, ഇതായിരുന്നു പാരൻ്റൽ ക്യാരക്ടേഴ്സ് അല്ലേ. ഇത് രണ്ടും അല്ലാത്ത 2 എക്സ്ട്രാ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്തു, സെക്കൻഡ് ജനറേഷനിനകത്ത് എക്സ്പ്രസ് ആയി. അതിൻ്റെ കാരണം എന്താണ്? നേരത്തെ പറഞ്ഞ കാരണം തന്നെയാണ് അല്ലേ. ഓരോ ക്യാരക്ടേഴ്സിനും അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട് ചെയ്യാൻ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ഒരു അവസരം, ഒരു ചാൻസ് അവിടെ കിട്ടുന്നുണ്ട്. സോ ഒരു ക്യാരക്ടറിൻ്റെ അല്ലീലിന് മറ്റു ക്യാരക്ടറിൻ്റെ അല്ലീലിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പാരൻ്റൽ ക്യാരക്ടേഴ്സ് അല്ലാത്ത പുതിയ കോമ്പിനേഷനാണ് ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ ഇവിടെ പുതിയൊരു ക്യാരക്ടേഴ്സ് റീകോമ്പിനേഷനാണ്. അതായത് പാരൻ്റൽ ക്യാരക്ടേഴ്സ് അല്ലാത്ത പുതിയൊരു കോമ്പിനേഷൻ ഇവിടെ വരികയാണ്, സെക്കൻഡ് ജനറേഷനകത്തേക്ക് വരികയാണ്. ഇപ്പോൾ ഇവിടെ ഈ സ്മോൾ ടീക്കും അതുപോലെ തന്നെ ക്യാപിറ്റൽ ആറിനും കൂടി ഫ്യൂസ് ചെയ്തിട്ട് അവിടെ ഒരു പാരൻ്റൽ ക്യാരക്ടർ അല്ലാത്തൊരു ക്യാരക്ടർ എന്ത് ചെയ്യാൻ പറ്റുകയാണ്, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയാണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഒരു ഡൗട്ട് നോക്കാം: Didn't characters often exhibit more than 2 traits? What could be the reason? അതായത് ഒരു ക്യാരക്ടറിന് ഒന്നിലധികം ട്രെയ്റ്റ്സ് അവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം എന്തായിരിക്കും ചോദ്യം. നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഒരു ബ്ലൂ കളറിനകത്ത് കുറച്ചധികം കാര്യം പറയുന്നുണ്ട്. മെൻഡലിൻ്റെ കണ്ടെത്തലുകൾ തന്നെയാണ് ജെനറ്റിക്സിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ജെനറ്റിക്സിൻ്റെ ഫൗണ്ടേഷൻ മെൻഡലിൻ്റെ എല്ലാ ലോസും തന്നെയാണ്. പക്ഷേ ഒരുപാട് എന്താ പറയുക, ഡൈവേഴ്സിറ്റി ഓഫ് ട്രെയ്റ്റ്സ് ജീവികളിൽ കാണുന്ന ഈ 2 എക്സ്ട്രീംസ് അല്ലാതെ ഇതിനിടയ്ക്കുള്ള എക്സ്ട്രീംസ് ഒക്കെ കാണുന്നുണ്ട്. ഒരു ടോളും ഒരു ഡോർഫും ഒരു റിങ്കിൾഡും റൗണ്ടും മാത്രമല്ല, ഇതല്ലാത്ത ഒരുപാട് ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു
എന്താ പറയുക, ഡൈവേഴ്സിറ്റി ഓഫ് ട്രേറ്റ്സിനെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, മെൻ്റലിന് അത്രത്തോളം എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ഒരുപാട് സ്റ്റഡീസ് പിന്നെ നടന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള കോംപ്ലക്സ് ഇൻട്രാക്ഷൻസ് ജീനുകൾക്കിടയിലും ജീനുകളും എൻവറോൺമെൻറ്റും തമ്മിലുള്ള ഒരു കോംപ്ലക്സ് ഇൻട്രാക്ഷൻ്റെ ഒക്കെ ഒരു കാര്യങ്ങളൊക്കെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റിയത്, സ്റ്റഡീസ് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് കുറച്ച് കാര്യങ്ങളുടെ ഒക്കെ ലിമിറ്റേഷൻസ് ആർക്കുണ്ട്, മെൻ്റൽ ലോസിനുണ്ട് മനസ്സിലായി. അങ്ങനെ മെൻ്റലിൻ്റെ സ്റ്റഡീസൊന്നും എന്താ പറയുക കംപ്ലീറ്റ്ലി ഇൻകറക്റ്റ് എന്നല്ല, പക്ഷെ മെൻ്റൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരുപാട് ഡൈവേഴ്സ് ക്യാരക്ടേഴ്സ് ഇവിടെ കാണുന്നുണ്ട്, നമുക്ക് ചുറ്റും കാണുന്നുണ്ട്. സോ മെൻ്റൽ മുന്നോട്ട് വെച്ച ക്യാരക്ടേഴ്സിന് പുറമേ ആയിട്ട് കുറച്ച് നോൺ മെൻ്റലിയൻ ഇൻഹെറിറ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗാനിസംസ് കാണിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും. ഇതും ഒരു +2 കണ്ടൻ്റ് ആണ്, നമ്മുടെ 10th ടെക്സ്റ്റ് ബുക്കിനകത്തേക്ക് ന്യൂലി ആഡ് കണ്ടൻ്റ് ആണ്. അത് നന്നായി പഠിച്ചിരിക്കുക കേട്ടോ. നോൺ മെൻ്റലിയൻ ഇൻഹെറിറ്റൻസ്, അതായത് മെൻ്റൽ പറയാത്ത, മെൻ്റൽ കണ്ടുപിടിക്കാത്ത, മെൻ്റലിൻ്റെ എക്സ്പെരിമെൻറ്റ്സിന് പുറത്ത് നിൽക്കുന്ന കുറച്ച് ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. നോക്കാം. ഫസ്റ്റ് വൺ, ഇതിങ്ങനെ കൊടുത്ത് ആകെ കൂടെ ഒരു എന്താ പറയുക ക്ലംബ് തോന്നും, പക്ഷെ പേടിക്കേണ്ട, ഞാൻ നമ്പർ ഇട്ട് തരാം. നോൺ മെൻ്റൽ ഇൻഹെറിറ്റൻസ് 4 ടൈപ്പാണ്. ഫസ്റ്റ് വൺ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, സെക്കൻഡ് വൺ കോ ഡോമിനൻസ്, തേർഡ് വൺ മൾട്ടിപ്പിൾ അല്ലിലിസം ആൻഡ് ഫോർത്ത് വൺ പോളിജെനറ്റിക് ഇൻഹെറിറ്റൻസ്. അപ്പോൾ എക്സാമിന് ചോദിക്കുകയാണ് ഗിവ് എ ഷോർട്ട് നോട്ട് ഓൺ, അല്ലെങ്കിൽ വാട്ട് ഈസ് കോ ഡോമിനൻസ്, വാട്ട് ഈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പോൾ ഇങ്ങനെ ഈ ടേംസ് കേൾക്കുമ്പോൾ ഓർക്കണം, ഇത് മെൻ്റൽ പറയാത്ത എന്നാൽ നമുക്ക് ചുറ്റും കാണുന്ന കുറച്ച് ഇൻഹെറിറ്റൻസ് ആണെന്ത്, നോൺ മെൻ്റൽ ഇൻഹെറിറ്റൻസ്. പിന്നെ എക്സാമ്പിൾ ഏതൊക്കെയാണ്, കോ ഡോമിനൻസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, മൾട്ടിപ്പിൾ അല്ലിലിസം ആൻഡ് പോളിജെനറ്റിക് ഇൻഹെറിറ്റൻസ്. നോക്കാം. ഫസ്റ്റ് വൺ, ഇഫ് എ റെഡ് ഫ്ലവേർഡ് 4 o'clock plant is hybridized with a white flowered plant, the resulting offsprings will have pink flower. അല്ലേ, ഒരു റെഡ് ഫ്ലവറുള്ള 4 o'clock പ്ലാന്റും അതുപോലെ തന്നെ വൈറ്റ് ഫ്ലവറുള്ള പ്ലാന്റും തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എക്സ്പ്രസ് ചെയ്യുക, മറ്റേ ആൾ എന്ത് ചെയ്യും, ഹിഡൻ ആയിരിക്കും അല്ലേ, ഒരാൾ ഡോമിനൻറ്റും മറ്റേ ആൾ റിസസീവും. പക്ഷേ ഇതിന് വ്യത്യസ്തമായിട്ട് ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, അതായത് ഈ റെഡ്, ഇതിപ്പോൾ റെഡാണ് ഇവിടുത്തെ ഡോമിനൻറ്റ് വിചാരിക്കുക, ഈ റെഡിന് വൈറ്റിന് ഫുള്ളി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സപ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ റെഡിന് വൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ ഫുള്ളി ഹിഡൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് റെഡ് ഡോമിനൻ്റായി നിൽക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ ആരും വരുന്നുണ്ട്, വൈറ്റും വരുന്നുണ്ട്. സോ ഇവിടെ എന്തുണ്ടായി, ഒരു പിങ്ക് കളർ ഫ്ലവർ ഉണ്ടായി. ഇത് മെൻ്റൽ പറഞ്ഞിട്ടുണ്ടോ, ഇല്ല. ഇത്തരത്തിലുള്ള കുറച്ച് നോൺ മെൻ്റൽ ഇൻഹെറിറ്റൻസിൻ്റെ എക്സാമ്പിളാണ് എന്ത്, കോ ഡോമിനൻസ്. വായിച്ചു നോക്കാം. എ ഡോമിനൻറ്റ് അല്ലീൽ കനോട്ട് ഫുള്ളി ഹൈഡ് ദി അല്ലീൽ ഓഫ് ദി റിസസീവ് ട്രീറ്റ്, അതായത് ഗുപ്തഗുണമായിരിക്കുന്ന, മറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്ന, മറഞ്ഞിരിക്കുന്ന ക്യാരക്ടർ ഉണ്ടല്ലേ, ആ മറഞ്ഞിരിക്കുന്ന ക്യാരക്ടറിനെ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡോമിനൻറ്റ് ട്രേറ്റിനെ അവിടെ സപ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കുറച്ച് റെഡും ഡോമിനൻ്റ് ആവും, കുറച്ച് വൈറ്റും ഡോമിനൻ്റ്, രണ്ട് പേരുടെയും ഡോമിനൻസ് കാണിക്കുന്നതാണ് അവിടെ ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വരാനുള്ള കാരണം. ഓക്കെ, രണ്ട് പേരുടെയും റെഡും അല്ല വൈറ്റും അല്ല, രണ്ടിൻ്റെ മിക്സ്ചർ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ക്വസ്റ്റ്യൻ വല്ല എങ്ങനെയാണെന്ന് വെച്ചാൽ, നോൺ മെൻ്റൽ ഇൻഹെറിറ്റൻസിലെ എക്സാമ്പിളാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ചിലപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ തരും, ഒരു റെഡ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും ഹൈബ്രിഡൈസ് ചെയ്തപ്പോൾ പിങ്ക് ഫ്ലവർ കിട്ടി. വിച്ച് നോൺ മെൻ്റൽ ഇൻഹെറിറ്റൻസ് ഈസ് ദിസ്, ഇത് ഏതാണ് നോൺ മെൻ്റൽ ഇൻഹെറിറ്റൻസ്? ആൻസർ എന്താണ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ആൻഡ് വാട്ട് ഈസ് ദി റീസൺ ഫോർ ദിസ്, അതിൻ്റെ കാരണം എന്താണ്, എ ഡോമിനൻ്റ് അല്ലീൽ കനോട്ട് ഫുള്ളി ഹൈഡ് ദി അല്ലീൽ ഓഫ് ദി റിസസീവ് ട്രേറ്റ്. ഇങ്ങനെയാണ് ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്. ഈ ഒരു സിറ്റുവേഷൻ തരും നിങ്ങൾക്ക്, ആ സിറ്റുവേഷൻ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്, അതിന് കാരണം എന്താണ്. റെഡി അല്ലേ? അടുത്ത് സെക്കൻഡ് വൺ. ഈ പിക്ചർ നിങ്ങൾക്ക് വ്യക്തമാകും, ബ്രൗണും ഉണ്ട് വൈറ്റും ഉണ്ട്, ഇൻകംപ്ലീറ്റ് അല്ല, രണ്ടുപേരും ഒരുമിച്ച് അവിടെ എന്താണ് ഡോമിനൻ്റ് ആയിട്ട് എക്സ്പ്രസ് ആവുന്നത് അല്ലേ. സോ ദാറ്റ് പാറ്റേൺ ഈസ് നോൺ ആസ് കോ ഡോമിനൻസ്. ഈ കോ എന്ന് പറയുന്ന അർത്ഥം എന്താ, കൊളീഗ്, കോപ്പറേറ്റീവ്. കോ മീൻസ് ഒരുമിച്ച് അല്ലേ, രണ്ടുപേരും ഒരുമിച്ച് അല്ലേ, രണ്ട് ക്യാരക്ടേഴ്സിനോട് ഒരുമിച്ച് അവിടെ എക്സ്പ്രസ് ആവുന്നുണ്ട്. A round cod pattern found on some cattle and horses. Both the alleles exhibit their traits at the same time. രണ്ട് അല്ലീൽസും അല്ലേ, രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ അല്ലീലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ സമയം അവിടെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് കോ ഡോമിനൻസ്. മറ്റേ എന്തായിരുന്നു, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് അല്ലേ. ഡോമിനൻ്റ് ആൾക്ക് മറ്റേ ആളെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സപ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ രണ്ടിനും കൂടി മിക്സ്ചറോടെ ഉണ്ടായി, പിങ്ക് ഉണ്ടായി. ഇവിടെ നോക്കി, ബ്രൗൺ കളറും
വൈറ്റ് കളറും ഒരുമിച്ച് അവിടെ എന്ത് ചെയ്യാണ് ഈ കാറ്റൽസിനും അതുപോലെ തന്നെ ഹോഴ്സിൻ്റെ ഒക്കെ ബോഡിക്കകത്ത് രണ്ട് ട്രൈറ്റോടെ എന്ത് ചെയ്യാണ് എക്സ്പ്രസ് ആവാണ്. ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് നോൺ ആസ് കോ ഡോമിനൻസ്. റെഡിയാണോ? കോ മീൻസ് ഒരുമിച്ച്, സഹവർത്തിക്കുക, ഒരുമിച്ച് അല്ലേ. സോ രണ്ട് കളർ ഒരുമിച്ച് എന്ത് ചെയ്യണം ഇവിടെ എക്സ്പ്രസ് ആവാണ്, കോ ഡോമിനൻസ്. ഇങ്ങനെ വാക്ക് മനസ്സിലാക്കി ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഈ പിക്ചർ നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവന്നാൽ വളരെ സിമ്പിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വേർഡ്സിന് ആൻസർ ചെയ്യാൻ പറ്റും. റെഡി? ദെൻ third type of non-Mendelian inheritance, that is multiple allelism. അല്ലീൽ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. എന്താണ്? ഇപ്പോൾ ഒരു ജീൻ ഉണ്ട്, ആ ജീനിൻ്റെ 2 വെറൈറ്റിയാണ് എന്ത് അല്ലീൽ. ഫോർ എക്സാമ്പിൾ ഹൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ ഉണ്ടായിരുന്നു, ആ ഹൈറ്റിന് 2 വെറൈറ്റിയാണ്, ഒന്ന് ടോളും ഒന്ന് ഡോർഫും. ടോൾ ആൻഡ് ഡോർഫ്. റെഡി? ടോൾ ആൻഡ് ഡോർഫ്. ഇത്തരത്തിൽ 2 എണ്ണമാണ് സാധാരണ കാണാറുള്ളത്. യൂഷ്വലി എന്താണ്, ഒരു ജീന് 2 അലീൽസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. യൂഷ്വലി എ ജീൻ ഹാവ് 2 അലീൽസ്. നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള സെയിം ലൈനാണത്. യൂഷ്വലി എ ജീൻ യൂഷ്വലി ഹാസ് 2 അല്ലീൽസ്. ഒരു ജീനിന് എന്തേ ഉണ്ടാവുള്ളൂ, സാധാരണഗതിയിൽ 2 അല്ലീൽസേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ടേം എന്താണ്, മൾട്ടിപ്പിൾ അല്ലീൽസം. വാട്ട് ഈ മൾട്ടിപ്പിൾ മീൻസ് ഒന്നിൽ കൂടുതൽ, രണ്ടിൽ കൂടുതൽ. മൾട്ടിപ്പിൾ അല്ലീൽസം. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ബ്ലഡ് ഗ്രൂപ്പ് ജീൻ. ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻസ് ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ദി മൾട്ടിപ്പിൾ അല്ലീൽസം. അതെങ്ങനെ പറഞ്ഞു വെച്ചാൽ ഇതാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ജീൻ വിചാരിക്കാം. ഇതാണ് ബ്ലഡ് ഗ്രൂപ്പ് ജീന്. ഈ ബ്ലഡ് ഗ്രൂപ്പ് ജീനിന് സാധാരണ എല്ലാ ജീനിനും 2 ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ 2ൽ കൂടുതലുണ്ട്. എത്ര ഉണ്ട്? 3 അല്ലീൽസ് ആണ് ഈ ബ്ലഡ് ഗ്രൂപ്പ് ജീനുള്ളത്. 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അല്ലീൽസ്. ഏതൊക്കെയാണ്? IA, IB, ദെൻ I. ഇങ്ങനെ 3 അല്ലീൽസാണ് ആർക്കുള്ളത്? ബ്ലഡ് ഗ്രൂപ്പിന് ഡിറ്റർമൈൻ ചെയ്യാനുള്ളത്. അത് എന്തൊക്കെയാണ് നമുക്ക് ഡെപ്തിൽ പഠിക്കാൻ ഈ വർഷം ഉണ്ടാവില്ല, നോക്കാം നമുക്ക്. സോ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റമാണ് ABO ബ്ലഡ് ഗ്രൂപ്പ്. ആ ബ്ലഡ് ഗ്രൂപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ജീനിന് എത്ര അല്ലീൽസ് ഉണ്ട്? 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അല്ലീൽസ്. ഏതൊക്കെയാണ്? IA, IB ആൻഡ് I. The gene that determine the blood group in human beings has more than 2 alleles, and these 3 alleles are IA, IB and I determine the blood group. അപ്പോൾ മൾട്ടിപ്പിൾ അല്ലീൽസിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ദി ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ്, ദാറ്റ് ഈസ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. എന്താണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്? ഈ പിക്ചർ നോക്കാൻ മനസ്സിലാവും 2 എക്സ്ട്രീം വെറൈറ്റീസ് മാത്രമല്ല, അതിൻ്റെ കുറേ മിക്സ്ചേഴ്സ് ഉണ്ടല്ലേ. ഡിഫറൻസ് ഇൻ ദി സ്കിൻ കളർ. മോർ ദാൻ 1 ജീൻ കൺട്രോൾസ് ദി സ്കിൻ കളർ. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ജീനിന് 3 വെറൈറ്റീസ് ഉണ്ട് അല്ലേ, മൾട്ടിപ്പിൾ അല്ലീസം. ഇത് നേരെ തിരിച്ചാണ്. അപ്പോൾ ഇതാണ് സ്വഭാവം എന്താണ്? സ്കിൻ കളർ. നമ്മൾ എത്ര നേരം പഠിച്ചാൽ എന്തായിരുന്നു, ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ജീൻ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ 1ൽ കൂടുതൽ ജീൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്കിൻ കളർ നോക്കിയേ, ദി മോർ ദാൻ 1 ജീൻ കൺട്രോൾസ് ദി കളർ ഓഫ് ദി സ്കിൻ. ദി ആക്ഷൻ ഓഫ് ദീസ് ജീൻ കോസ് വേരിയേഷൻസ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് മെലാനിൻ ദാറ്റ് കോസ് ഡിഫറൻസ് ഇൻ ദി സ്കിൻ കളർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിക്കോളൂ, നമ്മുടെ സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോട്ടീനാണ് മെലാനിൻ. ഈ മെലാനിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, കുറച്ച് ജീൻ അവിടെ പ്രവർത്തിക്കണം. പക്ഷേ ഈ മെലാനിൻ എന്ന പ്രോട്ടീൻ ഉണ്ടാക്കാൻ എന്തുണ്ട്? മോർ ദാൻ 1 ജീൻ, 1 or 2 ജീൻസ് എന്തുണ്ട്, ഈ മെലാനിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട്. അപ്പോൾ ഈ 1ൽ കൂടുതലുള്ള ജീനുകൾ, ജീൻസാണ് ഇവിടുന്ന് അങ്ങോട്ട് ആയമാർക്ക് കേട്ടോ. ഈ 1ൽ കൂടുതലുള്ള ജീനുകൾ ഒരു പ്രോട്ടീനെ കൺട്രോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ കാരണമാണ് നമ്മളൊക്കെ എന്തായത് ഡിഫറെൻറ്റ് കളറാനുള്ള കാരണം. അപ്പോൾ മൾട്ടിപ്പിൾ അല്ലീൽസ് എന്തായിരുന്നു, ഒരു സ്വഭാവത്തെ കൺട്രോൾ ചെയ്യാൻ, മൾട്ടിപ്പിൾ അല്ലീൽസം ഒരു ജീനിന് 3 ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ടായിരുന്നു. പക്ഷേ പോളിജെനിക് ഇൻഹെറിറ്റൻസിൽ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ 1ൽ കൂടുതൽ ജീൻസ് ഉണ്ട്. ഓക്കെ, പോളിജെനിക് ഇൻഹെറിറ്റൻസ് എൻ എക്സാമ്പിളാണ് ഡിഫറൻസ് ഇൻ ദി സ്കിൻ കളർ. ശരിക്കും മനസ്സിലാക്കണം, പോളിജെനിക് ഇൻഹെറിറ്റൻസ്. പോളി മീൻസ് മോർ നമ്പർ ഓഫ് പോളിജെനിക്. ഇപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ പോളിജെനിക്,
പോളി എന്ന് പറഞ്ഞാൽ മെനി, ജീൻ എന്ന് പറഞ്ഞാൽ ജീൻ, മോർ ദാൻ വൺ ജീൻ, ഒന്നിൽ കൂടുതൽ ജീനുകൾ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നതാണ് എന്ത് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. എക്സാമ്പിൾ എന്താണ് സ്കിൻ കളർ. സോ ഇത് ന്യൂലി ആഡഡ് ടോപ്പിക്കാണ്. ഇപ്പോൾ എക്സാമിൽ എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം. ഇൻഹെറിറ്റൻസിൻ്റെ പേര്, അതിൻ്റെ എക്സാമ്പിൾ, അതിൻ്റെ റീസൺ, ഇത്ര എന്ത് ചെയ്യുക പഠിച്ചു വയ്ക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് പിങ്ക് കളറിൽ പെക്യുലാരിറ്റി, ദെൻ ഗ്രീൻ കളറിൽ റീസൺ, ആൻഡ് ലാസ്റ്റ് സ്കൈ ബ്ലൂ കളറിൽ എന്താണ് നെയിം ഓഫ് ദി ഇൻഹെറിറ്റൻസ്. ഓക്കെ, ഇനി നമുക്ക് ഏകദേശം ഒരു 2 ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ നമുക്കിനി കുറച്ച് എങ്ങനെയൊക്കെയാണ് വേരിയേഷൻസ് ഉണ്ടാവാനുള്ള കാരണം, ക്രോസിംഗ് ഓവർ പഠിക്കാറുണ്ട്, മ്യൂട്ടേഷൻ പഠിക്കാറുണ്ട്, ദെൻ മൂവിങ് ടു ദി ലാസ്റ്റ് എക്സസൈസ് പോയിന്റ്. ഓക്കെ, താങ്ക് യു.